ഈ ഒരു ട്രിപ്പ് തെങ്കാശിയിലോട്ടാണ് കേട്ടോ. നമ്മൾക്ക് ഇവിടുന്ന് അടുത്തെത്താവുന്ന ഒരു സ്ഥലമാണ് തെങ്കാശി. ഏകദേശം ഒരു 122 കിലോമീറ്ററാണ് ഇവിടുന്ന് തെങ്കാശിയിലോട്ടുള്ളത്. ഇപ്പോൾ അങ്ങോട്ട് ഡയറക്റ്റ് KSRTC സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ. കാറിനൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു 3 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ബസ്സിനാണെങ്കിൽ കുറച്ച് ടൈമും കൂടി വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അല്ലീനൊന്ന് ഫില്ലാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബിരിയാണി അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. തെന്മല വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കൊല്ലം ആ ഒരു ഏരിയയിലൂടെയാണ് പോകുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ. ഈ വഴി പോകുമ്പോൾ ഒരു മനോഹരമായ റെയിൽവേ പാലം കാണാം. 13 കന്നാര ബ്രിഡ്ജ് അല്ലെങ്കിൽ 13 ആർച്ച് ബ്രിഡ്ജ്. ഇത് നമ്മളുടെ കൊല്ലം സെങ്കോട്ട റൂട്ടിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. 1904 ബ്രിട്ടീഷുകാർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊല്ലം ടു മദ്രാസിലോട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന റെയിൽവേ ആണ് കേട്ടോ ഇത്. കല്ലുകൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷുകാർ ആ പാലം ഒന്ന് നിർമ്മിച്ചത്. അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട് ഇപ്പോഴും. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ്. പക്ഷേ NH ആയതുകൊണ്ട് വലിയ വലിയ വണ്ടികളൊക്കെ പോകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലോട്ട് അടുക്കും തോറും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റും. നല്ല കോടയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഒരുപാട് ഇതുപോലെ കാറ്റാടികൾ കാണാം. അല്ലി ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും വലിയ ഫാൻ അവൾ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്ന് കഴിയും തോറും വീണ്ടും വീണ്ടും ഫാൻ കാണണമെന്നായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക്. പിന്നെ എനിക്ക് കണ്ണിന് മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ ആടുകളെയൊക്കെ കണ്ടു. അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ചെയ്തു അല്ലീനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഞങ്ങൾ തെങ്കാശി അടുത്തോട്ടോ. അപ്പോൾ സുന്ദരപാണ്ഡിപുരം എന്ന പ്ലേസിലാണ് ഒരുപാട് സൂര്യകാന്തി ഉള്ളതെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു. ഞങ്ങൾ സീസൺ കഴിയാറായപ്പോഴാണ് അവിടെ ചെന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലവേഴ്സ്. ഞങ്ങളൊരു 27 ആയപ്പോഴാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരോട് ചോദിച്ച് തെങ്കാശി റൂട്ടിൽ പോയി. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു പാടം, അതിൽ നിറയെ സൂര്യകാന്തി. ഇത് കണ്ടപ്പോഴേ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ പൊള്ളുന്ന വെയിൽ. കാരണം സൂര്യകാന്തിക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. ചെന്നിറങ്ങിയ ഉടനെ കുറച്ച് പനങ്കരിക്കിൻ്റെ വെള്ളം കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് പനങ്കരിക്ക് വാങ്ങുകയും ചെയ്തു കേട്ടോ. പക്ഷേ വാങ്ങിയത് ഞങ്ങൾ വീട്ടിൽ പോയി കട്ട് ചെയ്തപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളി കട്ട് ചെയ്ത് തന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പനങ്കരിക്കിൻ്റെ ഡ്രിങ്കും പിന്നെ 4 പനങ്കരിക്കും എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു 500 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ. നാട്ടിലെത്രയാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കരിക്കും കൂടി കുടിച്ചിട്ടോ, കരിക്കിൻ്റെ വെള്ളം. അതിന് വലിയ മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ പനങ്കരിക്ക് നല്ല സ്വീറ്റായിരുന്നു. ചിലപ്പോൾ അവർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവാം. അതായിരിക്കും അത്രയും സ്വീറ്റ്നെസ് നമുക്ക് തോന്നിയത്. ഞാൻ ആകെ ഒരു തവണയെങ്ങാണ്ട് ഇത് കഴിച്ചിട്ടുള്ളൂ. അത് പാലക്കാട് എന്തോ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ്. പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെ എന്തോ കഴിക്കാൻ തോന്നിയിട്ടില്ല. പലതവണയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അല്ലിക്ക് കൊടുത്തതും അല്ലി വേണ്ടാന്ന് പറഞ്ഞിട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഇതൊക്കെ കഴിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചേട്ടൻ തത്തമ്മേനെയും കൊണ്ടിരിക്കുന്നത്. ഒരു കൈനോട്ടക്കാരനാണ്. അപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നി പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും അല്ലിയും കൂടി ആദ്യമേ പോയിരുന്നു. അപ്പോൾ എത്രയൊക്കെ കൈ നോക്കിയെന്ന് പറഞ്ഞാലും ഏറിപ്പോൾ ഒരു 300-400 ആ ഒരു റേറ്റിൽ നിൽക്കുമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു. കാർഡൊക്കെ എടുത്തു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. ശിവയും നോക്കിയിട്ടോ കയ്യും. സംസാര രീതിയൊക്കെ അടിപൊളിയാണ്. ആരും വീണു പോകുന്ന ഒരു സംസാര രീതിയാണ്. അപ്പോൾ ഇവരുടെ നാട്ടിലുള്ള കുറച്ച് പേര് അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കൈ നോക്കുന്നതും നമ്മൾ എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ കൈയൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാറിൻ്റെ അങ്ങോട്ട് മാറി. അപ്പോഴാണ് അദ്ദേഹം പൈസയുടെ കാര്യം പറഞ്ഞത്. 2700 റുപ്പീസാണ്
ഈ കൈ നോക്കുന്ന ആൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വാങ്ങിയത്. ഹസ്ബൻഡാണെങ്കിൽ ആദ്യം കൊടുക്കാൻ മടിച്ചെങ്കിലും അദ്ദേഹം ഇത്ര രൂപ തന്നെയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചെടുത്തു. ഗൂഗിൾ പേ ആണ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൂര്യകാന്തി പാടം കാണാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ശിവയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്ര എമൗണ്ട് കൊടുത്തെന്ന്, ലാസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാടില്ല, ഇത്രയും രൂപയൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ആ ബാലൻസ് എമൗണ്ട് സാർ തിരിച്ച് വാങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ആ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയി. അങ്ങനെ അവിടുത്തെ നാട്ടുകാരൊക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് തിരികെ 1500 രൂപ അയാൾ GPay ചെയ്ത് തന്നു. കാരണം നമ്മളെ ചീറ്റ് ചെയ്യുമായിരുന്നു പുള്ളി 2700 റുപ്പീസ് വാങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പറ്റിക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാരൊക്കെ അടിപൊളിയാണ് കേട്ടോ, അവർ നമ്മളുടെ കൂടെ തന്നെയാണ് നിന്നത്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നെങ്കിലും ഞങ്ങളെ അത് വലുതായിട്ടൊന്നും ബാധിച്ചില്ല. ഞങ്ങൾ സൂര്യകാന്തി കാണാൻ വന്നു, അതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സൂര്യകാന്തി തോട്ടത്തിൽ ഇറങ്ങുന്നതും ഈ കാഴ്ച കാണുന്നതും. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. കൂടെ വെയിലാണെങ്കിലും ചെറിയൊരു മഴയൊക്കെ പൊടിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ സൂര്യകാന്തി കാണാൻ പോവുകയാണെങ്കിൽ ഓടിച്ചാടി ഇറങ്ങി തോട്ടത്തിലോട്ട് പോകരുത്. കാരണം ഭയങ്കര ചെളിയാണ്. ചെളിയിൽ കാല് ചവിട്ടി നമുക്ക് പൊക്കാൻ പറ്റില്ല, അതുമാതിരി ചെളിയാണ്. കുറച്ചും കൂടി അങ്ങ് എൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ പ്ലേസ് ഉണ്ടാവും, അവിടെ ചെരുപ്പിടുന്നതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കാല് കഴുകാൻ ചെറിയൊരു തോട് പോലെ ഉണ്ട് കേട്ടോ, അവിടെ ഞങ്ങൾ കാലൊക്കെ കഴുകിയായിരുന്നു. പക്ഷെ ചെളിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുന്നേക്കാൻ വരാൻ നല്ല പാടാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഉണ്ട്, കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു അവിടെ ഇറങ്ങാൻ വേണ്ടി പൈസയൊക്കെ കൊടുക്കണമെന്ന്. ആകെ 20 റുപ്പീസ് ഞങ്ങൾ കൊടുത്തുള്ളൂ. അവിടെ ഒരു നോക്കാൻ നിൽക്കുന്ന ഒരു അങ്കിളുണ്ട്, നമ്മൾ പൂ പറിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാൻ നിൽക്കുന്ന അങ്കിളിന് ഒരു 20 റുപ്പീസ്. നമ്മൾ പോയി കാണുക, ഫോട്ടോസ് എടുക്കുക, അതിനെ നശിപ്പിക്കാതിരിക്കുക. തെങ്കാശിയിൽ നിയറസ്റ്റ് ആയിട്ട് കുറേ പ്ലേസസൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയതാണ്. ഞങ്ങൾ സൂര്യകാന്തി മാത്രം ലക്ഷ്യമിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം അവിടെ പോയി. അതുകൊണ്ട് വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ തിരിച്ചു പോരുന്ന വഴിക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. പാടവും മലയും നല്ല കോടയും നല്ല തണുപ്പും. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീസൺ തീരുന്നതിന് മുന്നേ പോകാൻ ശ്രമിക്കുക, അവസാനത്തേക്ക് വെക്കരുത്. അങ്ങനെയാകുമ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.